സാർ നമസ്കാരം സാർ. എന്റെ പേര് വിൻസെന്റ് സേവ്യർ സാർ. സാർ പറയുന്നു സാറേ. സാറേ ഇന്ന് എന്റെ മുട്ടിക്കുള്ളിൽ എന്റെ കേസ് ഇന്ന് ഉണ്ടായിരുന്നോ? ഇന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടാവും. ഉണ്ടായിരുന്നെങ്കിൽ അവർ അറിയിച്ചിട്ടുണ്ടാവും. വാ ഓക്കെ. കേസില്ലാത്തത് കൊണ്ടാണ് അറിയിക്കാത്തത് സാറേ? അതുകൊണ്ടാണ് അറിയിക്കാത്തത്. കേസില്ലാത്തത് കൊണ്ടാണ് അറിയിക്കാത്തത്. ഉണ്ടെങ്കിൽ ഇന്ന് കേസ് ഉണ്ടെങ്കിൽ ഇന്ന് അറിയിച്ചിട്ടുണ്ടാവും. ഇന്ന് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് അതാണ് അറിയിക്കാത്തതല്ലേ സാറേ? അതെ. ഇല്ല മാറ്റമൊന്നുമില്ലല്ലോ. മാറ്റമില്ല. അപ്പൊ നിങ്ങള് പ്രതികൾക്ക് അനുകൂലമായി നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ കൊല്ലംപാറ പോലീസ്. അതല്ല സാറേ, പ്രതികൾക്ക് അനുകൂലമായി നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പരാതി നിങ്ങൾ നടപടി എടുക്കാത്തത് കൊണ്ട് ഇപ്പൊ ഇതിന്ന് വ്യക്തമാണ് കേട്ടോ. നിങ്ങളെ എന്റെ എതിർകക്ഷികൾക്ക് അനുകൂലമായി കൊല്ലംപാറ പോലീസ് പ്രവർത്തിക്കുന്നു. ഇതിന് മറുപടി വല്ല പറയണ്ട സാറേ? തെളിവെന്റെ കൈവശമുണ്ട് സാറേ. തെളിവെന്റെ കൈവശമുണ്ട്. നിങ്ങൾ എന്റെ പ്രതികൾക്ക് അനുകൂലമായി നിങ്ങൾ അവർക്ക് അനുകൂലമായി നടക്കുന്നു കൊല്ലംപാറ പോലീസ്. സാറൊന്നും പറയുന്നില്ല. നിങ്ങളിപ്പോ അങ്ങനെ പറയുമ്പോ ഞങ്ങൾ എന്ത് പറയാം? നിങ്ങൾ അങ്ങനെ പറയുമ്പോ ഞാൻ എന്ത് പറയാം? തെളിവുണ്ടല്ലോ എന്റെ കയ്യില്. തെളിവുണ്ടല്ലോ. ആവട്ടെ. തെളിവുണ്ട് സാറേ. സാറേ തെളിവ് സഹിതം പറയുന്നു ഞാന്. ഞാൻ രാവിലെയും വിളിച്ചു വെച്ച് മുട്ടിക്കുളങ്ങരേന്റെ കേസുണ്ടെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും നിങ്ങൾ അത് തന്നെ പറയുന്നു. ആവർത്തിക്കുന്നുണ്ട്. തെളിവ് കേസില്ല എന്ന് പറഞ്ഞിരുന്നു അല്ലേ? കേസില്ലെന്ന് പറയുന്നുണ്ട്. ഇന്ന് മുട്ടിക്കുളങ്ങരേന്റെ കേസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ സാറിന്റെ പേരെന്താ കൊള്ളുന്നുണ്ട്? എന്റെ പേര് അനീസ്. അനീസ് സാറേ, ഇന്ന് മുട്ടിക്കുളങ്ങരയിൽ കേസ് ഉണ്ടായിരുന്നു. എന്ത് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പോകണമായിരുന്നു. നിങ്ങൾക്ക് അറിയായിരുന്നെങ്കിൽ. എനിക്കറിയില്ല. കേസ് ആയതിനു ശേഷം പിന്നെ പോലീസിന് അതൊന്നുമില്ല. നിങ്ങൾ കൊടുത്തതാണെങ്കിലും നിങ്ങൾക്കെതിരെയുള്ള കേസാണെങ്കിലും കോടതിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് അതിന്റെ ഡേറ്റ് നോക്കി ഹാജരാവേണ്ടത്. പോലീസ് വിളിച്ചു പറയില്ല. വിളിച്ചു പറയുന്നില്ല. പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല. അതായത് പിന്നെ നിങ്ങൾ അവിടുന്ന് കോടതിയിൽ അറിയിക്കും. ചിലപ്പോ ആദ്യം ഒരു പ്രാവശ്യം സമൻസ് വരും. പിന്നെ അതിന് ശേഷം പിന്നെ കോടതി പറയുന്ന സമയങ്ങളിൽ നിങ്ങളാണ് പോകേണ്ടത്. അല്ലാതെ ഞങ്ങൾ നിങ്ങളോട് പോകാൻ പറയില്ല. ആദ്യം ഒരൊറ്റ പ്രാവശ്യം മാത്രമേ സമൻസ് വരുള്ളൂ. അവര് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡേറ്റ് പറയുന്നത്. സാർ എതിർക്കത്തിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നുണ്ടല്ലോ. എന്നെക്കാൾ മാത്രം എന്താണ് വിധിവിലക്ക്? അപ്പൊ അടുത്ത ഡേറ്റിൽ അറിയിക്കും. ഒരു ഡേറ്റിൽ അറിയിച്ചില്ലെങ്കിൽ അങ്ങനെ അതവിടെ തീർന്നു പോകുന്നില്ല കോടതിയിലെ കേസ്. ഒരു ഡേറ്റില് പോയില്ലെങ്കിൽ അടുത്ത ഡേറ്റ് ആകുമ്പോൾ അറിയിക്കും. പിന്നെ അപ്പോഴും പോയി. നമസ്കാരം മാഡം. എന്റെ പേര് വിൻസെന്റ് സേവ്യർ സാർ. പറയുന്നു മാഡം. നേരത്തെ വിളിച്ചാൽ മനസ്സിലായി. നോക്കൂ, നിങ്ങൾ തന്ന റെഫറൻസ് നമ്പർ ഉണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോ ഇവിടെ ഒന്നും കാണുന്നില്ല. എന്ത് മേഡം? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ റെഫറൻസ് നമ്പർ ഉണ്ടല്ലോ, ഓരോ നമ്പർ പറഞ്ഞിട്ട് ഇന്ന പരാതി എന്നല്ലേ പറഞ്ഞത്? അതെ. അത് വെച്ചിട്ട് പെറ്റീഷൻ കൈകാര്യം ചെയ്യുന്ന സെക്ഷനിൽ ചോദിച്ചപ്പോൾ അങ്ങനെ നമ്പറിൽ ഇല്ല. നമ്പർ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഒരു മിനിറ്റ് മേഡം, ഞാൻ എന്റെ കയ്യിൽ ഫയൽ തന്നെ ഇപ്പൊ തന്നെ ഉണ്ട്. ഇപ്പൊ തന്നെ പറയാമേ. ഫോൺ ഒരു മിനിറ്റ് മേഡം. അപ്പൊ ഞാൻ കളക്ടർ കൊടുത്ത റിസീപ്റ്റ് തെറ്റുന്നതാണ് അപ്പൊ നിങ്ങൾ പറയുന്ന വാദം തോന്നുന്നു മേഡം. നോക്കൂ, ഞാൻ പറയുന്നതല്ല, സെക്ഷനിൽ പറഞ്ഞിതാണ്. നിങ്ങൾ പറഞ്ഞ നമ്പർ ഞാൻ അവർക്ക് കൊടുത്തു. അവർ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു നമ്പറിൽ ഇല്ല, പരാതി ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ കളക്ടർ കള്ളം പറയുകയാണ്. അപ്പൊ അതാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞോ? നിങ്ങൾ പറയാത്തത് ഇല്ലെന്നോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഒരു മിനിറ്റ് മാഡം. 5/3/2022 ടോക്കൺ നമ്പർ 6 റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോക്കൺ നമ്പർ 6. അതല്ല, ഈ പെറ്റീഷൻ നമ്പർ പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടല്ലോ, 34 94 56. കഴിഞ്ഞ പ്രാവശ്യം ഈ നമ്പർ നിന്നപ്പോ നിങ്ങൾ പറഞ്ഞത് ഈ കേസ് ചിറ്റൂരിൽ ഇരിപ്പുണ്ടെന്ന് എന്തോ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് ഇപ്പോ ഇത് സെക്ഷനിൽ കൊടുത്തിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത് ഈ നമ്പറിൽ ഒരു പരാതി ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ കളക്ടർ കൊടുത്ത റെസീപ്റ്റ് കളക്ടർ പറയാതെ കള്ളം. ഓക്കെ ആവട്ടെ, കളക്ടർ കേസ് കൊടുക്കാം. കളക്ടർ കേസ് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതാണ്. നമസ്കാരം, ഡി പി പാലക്കാട്. മാഡം നമസ്കാരം. പിന്നെ കട്ട് ചെയ്ത മാഡം, ഇനി 2 റെസീപ്റ്റ് ഉണ്ടല്ലോ. പറഞ്ഞോളൂ. 2 റെസീപ്റ്റ് ഉണ്ട്. ഇത് തന്നേക്കുന്നത് ഒരു മിനിറ്റ് മാഡം. ഇതിനകത്ത് മേലെ 172 ബാർ
424/18. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞു തരുന്നല്ലോ ഈ നമ്പർ. നേരത്തെ നിങ്ങൾ പറഞ്ഞത് 110-96. അതൊരു നമ്പർ ഉണ്ട്, 110-96/2024. PGR2 എന്നുണ്ട് അതിനകത്ത്. നിക്ക് അടുത്ത് പിന്നെ വേറെ നമ്പർ പറഞ്ഞത് 90-893. ഒരു മിനിറ്റ് മാഡം അത് തന്നെയാണ് 90-893. അല്ലാതെ ഇനി ഒരു നമ്പർ കൂടി ഉണ്ട് അതിനകത്ത്, ഒരു 3-4 നമ്പർ ഉണ്ട്. ഏത് നമ്പറാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞത് 3 നമ്പറാണ് തന്നത്. പെറ്റീഷൻ കൈകാര്യം ചെയ്യുന്ന സെക്ഷനിൽ കൊടുത്തു. ചെക്ക് ചെയ്തിട്ടാണ് പറഞ്ഞത് ആ 3 പരാതി, അങ്ങനെ ഒരു പരാതി വന്നതായി കാണുന്നില്ല. വ്യത്യാസം പറയുന്നേക്കൂ, നമ്പർ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ പറയുന്ന നമ്പർ നോക്കൂ, അത് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് പറയൂ. 110-96. 110. ഒരു മിനിറ്റ് മാഡം നോക്കട്ടെ. 110-96 ഇതിനകത്ത് കാണുന്നില്ല മാഡം. 110-96 ഉണ്ട് മാഡം, ഉണ്ട് 110-96 ഉണ്ട്. 2024 PGR2 എന്നുണ്ട് അതിനകത്ത്. അത് ഇങ്ങോട്ട് എസ് ഓഫീസ് തന്നെയാണ് വന്നെന്നറിയോ? അവര് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഇവിടെ ചെക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനിയൊരു നമ്പർ ഉണ്ട്, അതിനെ പറഞ്ഞല്ല 90-893 നമ്പർ ഉണ്ട്. 19-9-2024. ഇത് 3 നോക്കിയിട്ട് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയൊരു നമ്പർ പറയാം മാഡം, ഇനിയൊരു നമ്പർ പറയാമോ? പറഞ്ഞോളൂ. 51. ഒരു മിനിറ്റ്, ഈ പെറ്റീഷൻ കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ അവര് നോക്കിയിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിനല്ല പറയുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. അവര് പറയുന്നത് എന്തോ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കേട്ടോ. അപ്പൊ എന്നോട് ദേഷ്യപ്പെടണ്ട. ഈ തവണയും നിങ്ങൾ ഈ 2 ദിവസം വിളിച്ചിട്ട് സെല്ല് വിളിച്ചിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യണ്ട. കാരണം ഞാനല്ല ഇത്, ഞാൻ നിങ്ങൾ പറയുന്ന വിവരം അവര് പറയുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 34-94-94-56 പറയുന്ന നമ്പർ 25-3-2024 കൊടുത്ത പരാതി. നമ്പർ നേരെ പറയൂ, ഞാൻ നോട്ട് ചെയ്യട്ടെ. 34-94-56 5-3-2022 കൊടുത്ത പരാതി. 5-3-2022 ഇതുവരെ നടപടിയായില്ലേ? അതെ, പിന്നെ അതൊന്ന് ഒരു മിനിറ്റ് മാഡം. അടുത്ത പരാതി ഇപ്പൊ കൊടുത്ത സമയത്ത് കൊടുത്ത പരാതി ഞാന് 110-96-2024 PGR2 എന്നുണ്ട്. ഇത് കളക്ടർ കൊടുത്ത പരാതിയാണ് ഞാൻ. ഇതെല്ലാം കളക്ടർ കൊടുത്ത പരാതി തന്നെ. അതാണ് നമ്പർ 110. ഇപ്പൊ പറഞ്ഞ നമ്പറും അതും കളക്ടർ ഓഫീസിൽ കൊടുത്താണോ? അതും കളക്ടർ ഓഫീസിൽ കൊടുത്തു തന്നെ. ഇനിയൊരു പരാതിയും ഉണ്ട്, അതും പറയാം, നമ്പർ പറയാം മാഡം. ഇതിന്റെ നമ്പർ 90-893 19-9-2024 19-9-2024. ഈ 3 പരാതിയുടെ ഇപ്പത്തെ സ്ഥിതി എന്താന്ന് ഞാൻ അറിയണം. സമയം ശരി, ഒരു 4 മണിക്ക് വിളിക്കൂ കേട്ടോ. SP സാർ ഉണ്ടോ? വന്ന് കാണാൻ പറ്റുമോ? സാറ് ഫുഡ് കഴിക്കാൻ പോയിരിക്കുകയാണ്. വന്ന് കാണാൻ പറ്റുമല്ലോ? പരാതി കൊണ്ടുവരണ വന്ന് കണ്ടുപോകാൻ പറ്റുമോ മാഡം? പരാതി കൊണ്ട് വന്നോളൂ. ഇല്ല, പരാതിയല്ല, കൊണ്ട് നേരിട്ട് കാണാൻ പറ്റുമോ? വെറുതെ കാണാൻ വേണ്ടിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ തരുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചോളൂ. സാറ് വൈകുന്നേരം സാർക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്നുള്ളത് ഈ നമ്പറിലൊന്ന് വിളിച്ചു ചോദിച്ചോളൂ. നമ്പർ പറയും മാഡം. 0491 പറഞ്ഞോളൂ മാഡം. 253 4011. ഓക്കെ, താങ്ക് യു മാഡം. സ്ഥിതി എന്താണെന്ന് അറിയാൻ ഈ പരാതികളൊക്കെ. வணக்கம் தோழர்களே, ஏழை மக்களின் குரல் யூடியூப் சேனல். இன்னைக்கு ஜில்லா போலீஸ் மேதாவி பாலக்காடு எஸ்பின்னு சொல்லுவாங்க, அங்கே ஆஃபீஸ் வந்து பொய்யா புழுகுறாங்க. 1ஆம் நம்பர் புழுகுமாறு எஸ்பி ஆஃபீஸ். இன்னைக்கு எஸ்பி சார் எப்படின்னு தெரியல, அங்கே இருக்கிற ஒரு மேடம் பொய்யா புழுகுறாங்க, நம்மளை மிரட்டுறாங்க. என்ன மிரட்டுறாங்க? என்ன மிரட்டுறாங்க? அதுக்கான ஆதாரம் இதில் நான் ரெக்கார்டு பண்ணுறேன். ரெக்கார்டு நான் ஃபஸ்ட்டு பேசிக்கிறேன், ரெக்கார்டு கடைசியில் கேட்டுங்க. இல்லை ரெக்கார்டு கேட்டிங்கல்ல, எப்படி இருக்கு ரெக்கார்டு? அப்போது போலீஸு பொய்யா புழுகுது. எத்தனை வெளியே ரேகை நான் கொடுத்துட்டு போலீஸ் பொய் புழுகுது. பொய் பாலக்காடு எஸ்பி ஆஃபீஸு பொய்யா புழுகுது எல்லாத்துக்கும். இதா ரேகை, இதா. இன்னைக்கு நான் கலெக்டரேட்டுக்கு போயிருந்தேன். இன்னைக்கு கலெக்டரேட்டுக்கு போய்
இன்னைக்கு கலெக்டருக்கு போயிருந்தேனா ஒரு ஃபைல் நம்பரு 5/3/2022 34/94/56 அந்த ஃபைல் அவங்க கலெக்டருக்கு கொடுத்த ஒரு நம்பரு டோக்கன் நம்பர் 6ன்னு குறிப்பிடப்பட்டிருக்குது. இதில் 5/3/2022 கொடுத்துருக்குறேன். ஓகேயா? அடுத்த ஒரு பராதி ஃபைல் நம்பரு இதெல்லாம் கலெக்டர் கொடுத்த பராதி எஸ்பி ஆஃபீஸ்க்கு ஃபார்வர்ட் ஆகிருக்குது. அவங்க உண்மையான ரேகை படுறேன் பார்த்தீங்களா? ரேகை நான் வாட்ஸ்அப்பில் படுறேன். அவங்க ரெக்கார்டெல்லாம் காட்டிக்கல. வாய் தந்தால் பாலக்காடு எஸ்பி ஆஃபீஸ் போய் விழுகுது. அதே மாதிரி இன்னைக்கு நான் கலெக்டருக்கு போயிருந்தேன். மறுபடியும் இன்னைக்கு போயிருந்தேன்னா அப்போது இதில் ஒரு நம்பரை பார்த்துட்டு 90,893 ஒரு ஃபைல் நம்பராக இதில் இருக்குது. அவங்க இந்த ஃபைலு கொளிஞ்சாம்பாறையில் இருக்குனாக்க இப்போ சொல்கிறாங்க. இந்த ஃபைல் இப்போ கொளிஞ்சாம்பாறையில் இருக்குன்னு சொல்லியிருக்கிறாங்க. ஆனால் எஸ்பி ஆஃபீஸ் சொல்லுது அப்படி ஒரு சம்பவமே இங்கே ஒரு இப்படி ஃபைல் நம்பரே இல்லை, அப்படி ஒரு கம்ப்ளைண்ட்டே இல்லைன்னு போல் சொல்லுது. கலெக்டர் கலெக்டர் கொடுத்தக்கான ரெசிப்டும் காப்பியும் எல்லாம் தந்துட்டாங்க எங்கிட்ட. ஆனால் பாருங்கள், இது கலெக்டர் கொளிஞ்சாம்பாறை போலீஸ் ஸ்டேஷனுக்கு இன்றைக்கி எழுதி கொடுத்துருக்குறாங்க. பாருங்கள், கொளிஞ்சாம்பாறை போலீஸ் ஸ்டேஷன் இங்கே இருக்குதுன்னு சொல்லிட்டு எழுதி கொடுத்துருக்குறாங்க. எஸ்பியிலிருந்து தான் கொளிஞ்சாம்பாறை போலீஸுக்கு போர்வடாக இருக்குது. பாருங்க, எழுதி இருக்குது. அது இங்கே இன்னைக்கு எழுதி கொடுத்தாங்க. 30/11/2024 இன்னைக்கு காலையில் 2 மணிக்கு 3 மணிக்கு கலெக்டரேட்லேருந்து பராதி கொடுப்பட வந்தேன். அதுக்கப்புறம் இன்னொரு பராதி. இதோட ஃபைல் நம்பரு 110/96/2024. எத்தனை? 110/96/2024 PGR 2 இருக்குது. பாலக்காடு எஸ்பி ஆஃபீஸ் இன்னைக்கு பொய் பொழி 1ஆம் நம்பர் புலகமாறு பாலக்காடு எஸ்பி ஆஃபீஸ் இருக்கிறவங்க இன்னைக்கு. அது ஏன் அப்படி தெளிவாக சொல்கிறேன்னா, இன்னைக்கு கலெக்டரேட்டில் இருந்து ஒரு ரேகை தந்துக்கிறாங்க எனக்கு. இதான் அந்த ரேகை. நான் ரேகை யூடியூப்பில் விடுறேன். இதில் என்ன குறிப்பிடப்பட்டிருக்குன்னா, TCPKD. இது TCPKD 110/96/2024 PGR 2 இருக்குது. அதே நம்பர் நான் சொன்ன அதே இதில் இருக்கிற அதே ஃபைல் நம்பர் இதில் குறிப்பிடப்பட்டிருக்குது. இதில் என்ன சொல்லப்பட்டிருக்குதுன்னா, பாலக்காடு எஸ்பி ஆஃபீஸுக்கு இது ஃபார்வேர்டு பண்ணிக்குன்னு சொல்லி ரெசிப்ட் தந்துக்கிறாங்க. இன்னைக்கு நேற்று தேதி எத்தனை தெரியுமா? இன்னைக்கு கொடுத்த தேதி தேதி கொடுத்துருப்பாங்க. கண்டிப்பாக தேதி கொடுத்துருப்பாங்க. தேதி கொடுக்காம எப்படி போயிடுவாங்க? 5/9/2024 இல்லை 19/10/2024 இல்லை. இந்த தேதியை காணோம். இல்லை இதில் தேதியை ஒருவேளை இதில் இருக்குன்னு நினைக்கிறேன். எனக்கு அது வெக்தமாக தெரியல. 19/10/2024 ஒரு நம்பர் இருக்குது. இதில் தேதி இருக்குது. 19/10/2024 14/24/29 ஒரு நம்பரும் இருக்குது இதில். சரிங்களா? ஆகட்டும். அப்போ இன்னைக்கு தந்த இன்னைக்கு தந்த பேப்பராக இருக்குது. கலெக்டரேட்லேருந்து பாலக்காடு எஸ்பி ஆஃபீஸுக்கு ஃபார்வேர்டு பண்ணிக்கிற ரெசிப்ட் வந்துருக்கிறேன். அப்போது கள்ள போலீஸுக்காரங்க நம்ம பேரில் கள்ளக்கேஸ் எடுத்து போட்டு பராதி கலெக்டர் கொண்டு போய் பராதி கொடுத்தா அப்படி ஒரு பராதியே இல்லைன்னு சொல்லுது கொஞ்சம் பாலக்காடு எஸ்பி ஆஃபீஸ். இன்னைக்கு என்ன சொல்லுது? இப்படி ஒரு பராதி இல்லைன்னு எஸ்பி ஆஃபீஸ் சொல்கிறாங்க. அது எப்படி சொல்ல முடியும்? நான் கலெக்டர் கொடுத்த பராதி தான். அதோட ரெசிப்ட் எல்லாம் இதில் இருக்குது எங்கிட்ட. கலெக்டர் கொடுத்த பராதியும் காப்பியும் அதோட ரெசிப்டும் எங்கிட்ட இருக்கும்போது எப்படி எஸ்பி ஆஃபீஸுக்கு ஃபார்வர்ட் ஆகிருக்குன்னு அவங்க சொல்லும்போது, கலெக்டர் சொல்லும்போது இவங்க எப்படி இல்லைன்னு சொல்ல முடியும்? அப்போ என்ன செய்கிறாங்க? பொய். என்ன இவங்க என்ன பொய் புழுகுனாலும் போலீஸுக்காரங்களை பற்றி நான் பயப்படுறதாக இன்னி இல்லை, எண்ணம் இல்லை. போலீஸுக்காரங்க கள்ள போலீஸ், மந்திரியோட ஆள், லஞ்சம் வாங்குற போய் அவங்களுக்கு லஞ்சம் கொடுத்தா கேஸ் எடுப்பாங்க. 1 லட்சம் கொடுத்தா கேஸ் எடுப்பாங்க. கண்டிப்பாக எடுப்பாங்க. 1 லட்சம் கொடுத்தா கேஸ் எடுப்பாங்க. நீ யார் என்ன? நீ எஸ்பி ஆஃபீஸில் தான் இன்றைக்கி அப்படி தான் சொல்லிக்கிறாங்க. இப்படி ஒரு பராதி நம்பர் ஃபைல் நம்பர் இல்லை, அப்படி ஒரு பராதி அங்கே வந்துட்டு இல்லைன்னு சொல்கிறாங்க. ஆனால் கலெக்டரேட் என்ன சொல்லுதுன்னா, அந்த பராதி கலெக்டரேட்டுக்கு ஃபார்வர்ட் ஆகிருக்குன்னு சொல்லி இன்னைக்கு 30/11/2024 இன்றைக்கி நமக்கு கம்ப்ளைண்ட் தந்துருக்குது. பேப்பர் தந்துருக்கு, ரெசிப்ட் தந்துருக்கு. ரெசிப்டெல்லாம் ஒரு காப்பி தந்துருக்குறாங்க. இன்னொரு காப்பி என்ன பண்ணிக்குதுன்னா,
பாலக்காடு கொளிஞ்சாம்பாறை தென் இதில் ரெசிப்ட் எழுதப்பட்டிருக்குது பாருங்கள், இதில் ரெசிப்ட் எழுதப்பட்டிருக்கிறது. கொளிஞ்சாம்பாறைக்கு ஃபார்வேர்ட் ஆகிருக்குது, அதாவது எஸ்பி ஆஃபீஸ்லேருந்து கொளிஞ்சாம்பாறைக்கு ஃபார்வேர்ட் ஆகிருக்குனாக்கா அவங்க சொல்கிறாங்க. அப்போ இத்தனையும் இருந்து போலீஸு பொய் பொழுகுது. ரெக்கார்டு கேட்டிங்கல்ல, 2 ரெக்கார்டு நம்மளை மிரட்டுறாங்க. நம்ம ஃபோன் அட்டன் பண்ணுறதில்ல, அதாவது அவங்க செஞ்ச தப்பையெல்லாம் செஞ்சு போட்டு நம்மளை குற்றவாளியாக்குறாங்க. அது நடக்காது. ஏழை மக்களிங்களோட யூடியூப் சேனல். பின்ன நான் ஒரு விஷயம் சொல்லிக்கிட்டுமா, நான் நிறைய நியூஸ்லலாம் பார்ப்பேன். கேரளாவில் அந்த நர்ஸ்லைட்டு வந்தாங்க, அவங்க வந்தாங்கனாலாம் நிறைய நியூஸில் நான் கேள்விப்பட்டிருக்கிறேன். அவங்க நர்ஸ்லைட்டு இவங்க ஆக்கிறது இல்லை, கொஞ்சம் போலீஸ்காரங்க அவங்கள ஆக்குறது. என்ன ஆக்குறது? நர்ஸ்லைட்டு தீவிரவாதியெல்லாம் ஆகிறது இல்லை. யாருமே ஆகிரகிச்சு போய் ஒரு தீவிரவாதி ஆகணும் யாரும் ஆகிரமாக போகிறதில்ல. போலீஸுக்காரங்க கேரளாவில் உள்ள சில போலீஸ்காரங்க அவங்க சுயநலத்துக்கு வேண்டி எவனோட ஒரு ஜனங்களோட காசு பிரித்து திங்கிற வெள்ளங்கிக்கார ஒருத்தன் ஜனங்களோட காசு பிரித்து ஒரு ரூபாய்க்கு வீடு கட்டினோட அவனோட பேச்சு கேட்டுக்கிட்டும், மந்திரியோட பேச்சை கேட்டுக்கிட்டும், பாவப்பட்டவன் பேரில் கள்ளக்கேஸ் எடுத்து கொலை குற்றம் சுமத்தி இல்லாதவன் பேரில் கொலை குற்றமும் இல்லாதவன் பேரில் பீடன கேஸும் கொடுத்து கள்ளக்கேஸ் எடுக்கும்போது அவனால் நிற்க முடியல. அப்படித்தான் அவன் தீவிரவாதி ஆகிறான், அப்படித்தான் அவன் நக்சலைட் ஆகிறான். அது யார் செய்கிறது? போலீஸு. கேரளாவில் சில போலீஸுக்காரங்க சில நாதாரிகளுக்கு வேண்டி, சில பிரிவு கமிஷன் பிரிச்சுங்கிற வெள்ளங்கிக்காரனுக்கு வேண்டி, சில முந்திரிகளுக்கு வேண்டி அதை செய்கிறாங்க. அப்போது என்னோட அபிப்பிராயம் என்னன்னா, இதுதான் என்னோட அபிப்பிராயம். கேரளாவில் இருக்கிற நர்ஸ்லைட்டு தீவிரவாதிகளாம் கேரளா போலீஸ் உண்டாக்குனது தான். அவங்களாம் பாவப்பட்டவங்க தான் என்ன மாதிரி. எங்கள் கையில் இத்தனை தெளிவும் இருந்தும் இப்போ கேஸ் இல்லைன்னு சொல்லி இப்படி ஒரு பராதி இல்லைன்னு எஸ்பி ஆஃபீஸ் சொல்லுது. எப்படி சொல்லும் பார்ப்போம். இன்னும் மேலே மனுஷாவாஸ் கமிஷன் இருக்கிறாங்க, இன்னும் பிரதான மந்திரி இருக்கிறாரு, டெல்லியில் ஜனாதிபதி இருக்கிறாங்க, இன்னும் அங்கே போகலாம். பொறுங்க, இன்னி இது வட்டாரமெல்லாம் முடிஞ்சுது. இன்னி கீழ்த்தட்டுலேருந்து மேல்தட்டு வரைக்கும் முடிஞ்சது. முக்கியமந்திரி ஆஃபீஸ் மாத்திரம்தான் நமக்கு அனுகூலியமான ஒரு வார்த்தை சொல்லியிருக்கிறாங்க. ஓகேயா, ரைட் ஆகட்டும். பின்ன இன்னைக்கு 30/11/2024 இன்னைக்கு முட்டுக்குளங்கரையில் கேஸ் இருக்குது. நான் கொஞ்சாபுர போலீஸில் காலையிலும் கூப்பிட்டு கடை சேர இந்த முட்டிக்குளங்கரை கேஸ் உண்டோன்னு இல்லை வின்சென்ட் இன்றைக்கு நீங்களை அறிவிச்சிட்டுண்டாகும்னு சொன்னாங்க. அதனால என்ன பண்ணி சில சாங்கி தரசம் கொண்டு அது எனக்கு கையில் இல்லை. பின்ன இப்போ வந்து மறுபடியும் கூப்பிட்டேன், சார் இந்த முட்டுக்குளங்கரை கேஸ் உண்டோ சார்னு கேட்டேன். இல்லை வின்சென்ட் இந்த கேஸ் இல்லை, கேஸ் நீங்கள் இன்னும் அறிவிச்சுட்டாகலான்னு சார் என்னால் தெளிவுண்டு சார் இந்த கேஸ் உண்டாயிருந்தோன்னு நான் சொன்னேன். அதுக்கப்புறம் அவங்க வாதம் வைக்கிற வாதம் என்ன தெரியுமா, அதே வின்சென்ட் அது அறிவிக்கின்ற ஆவசியம் இல்லை, நினைக்கு கேஸ் நீங்கள் அறிவிக்கின்ற ஆவசியம் இல்லைன்னு. அப்போ என்ன தெரியுமா, பிரதிகளுக்கு அனுகூலியமா மந்திரியோட ஆளவங்க யாரு, இந்த அமிர்தராஜ் மந்திரியோட ஆளவன். அதனால இந்த போலீஸு அவனுக்கு அனுகூலியமாக நிற்கிது. மந்திரியோட ஆள் வெள்ளை பாவாடைக்காரனோட பிரிவு வாங்கி தின்னவனோட குண்டாப்படை அங்கிருந்து கமிஷன் வாங்கித்தான் பலிசுக்கு பணம் கொடுத்து பெரிய ஆளாக இருக்கிறாங்க. பிரிவு வாங்கி திங்கிறவங்க. அதுக்கு சில சாங்கிய தழுவுகளும் உண்டு, நம்ம பின்னாடி பார்ப்போம். யூடியூப்பில் போகட்டது பிரிவு வாங்கி திங்கிற குண்டாப்படை. அப்போ இந்த குண்டாப்படை இன்னைக்கு என்ன செய்யுது, நான் மந்திரியோட பேரை வச்சுக்கிட்டு எத்தனை காலம் மந்திரின்னு பார்ப்போம். மாறும், எல்லாம் ஒரு நாள் மாறும் நினச்சிருக்கிறவன்னு சொல்லி செய்து ஆகட்டும். அப்போ பார்க்கலாம். மந்திரியோட பேரை வச்சுக்கிட்டு இவங்க ஆடுற ஆட்டம் எத்தனை நாள் நாளைக்கு பார்ப்போம். கிடைப்பாங்க நம்ம கையிலையும். என்னைக்கு மக்களை நீங்கள் நினைக்கிற போலீஸ்காரங்கெல்லாம் வரமாட்டாங்க. நல்லா போலீஸ்காரங்க நிறைய பேர் இங்கே வருவாங்க. அவங்க வரும்போது போய் எங்கள் சங்கடத்தை எல்லாம் சொல்லி விஷயத்தை எல்லாம் கொண்டு ரேகையெல்லாம் கொடுத்து அப்போ நாங்கள் முறையிடுவோம். அப்போ நடக்கிறத பார்க்கலாம், வேடிக்கை அப்போ பார்ப்போம். பொறுங்க, நீங்கள் ஆடுங்க. ஒரு காலத்தில் சஸ்தம் சொல்லிக்குது, சாஸ்திரம் சொல்லிக்குது, கம்பத்தை மேலே கூத்தாடினாலும் காசு வாங்கி கீழே வந்து தான் ஆகணும்னு. இதுக்கு மேலே சொன்னவங்களெல்லாம் வின்சென்ட் சேவியர் இந்த இந்தியாவில் பார்த்துட்டு வந்துட்டேன். நீங்கள் ஏமாத்திரம் தா மசருக்கு சமானம். நீங்கள் எனக்கு பரங்கால் என்ற மசருக்கு சமானம் தெரிஞ்சா. அப்போ போலீஸு கொளிஞ்சாம்பாறை போலீஸும் பாலக்காடு எஸ்பி ஆஃபீஸும் புழுகோ புழுகு, அண்டா புழுகு, ஆகாச புழுகு, மொடா புழுகு, குண்டா புழுகு, அவங்களோட வாக்கும் சரி பழைய சாக்கும் சரி. சாக்கு பார்த்துருக்கீங்களா சார்? அண்டா புழுகு, ஆகாச புழுகு சார், மொடா புழுகு சார். சார் வாக்கும் சரி பழைய சாக்கும் சரி பார்த்துக்கிறீங்களா சார்? சார் பார்த்துக்கிறீங்களா? இதான் சார் உங்கள் வாக்கும் பாருங்க சார், இதுதான் உங்கள் வாக்கு, இது சாக்கு சார். நல்லா பார்த்துங்க, இது உங்கள் வாக்கு. பாலக்காடு எஸ்பி ஆஃபீஸு சார் மேடம் பாடணும் கேட்டா நோக்கணும் கேட்டா இது டேய் நீங்கள வாக்குன்னு சரி இதானு சாக்கு வரைய தமிழ். இது சாக்கு, இது நீங்கள வாக்கு தா இதானு சாக்கு கேட்டதா, இதானு சாக்கு கேட்டா தா நல்லா நோக்கிக்கொள்ள கேட்டா மேடம்
നിങ്ങൾ പുളുകിനാണ് ഈ വാക്ക് കാണിക്കുന്നത് കേട്ടോ. കൊഞ്ചാമ്പറ പോലീസ് സാറുമാരെ, നിങ്ങൾ പുളുകിനാണ് ഈ ചാക്ക് കാണിക്കുന്നത്. ഇതാണ് വാക്ക്, ഇതാ കേട്ടോ, ഇതാണ് വാക്ക്, ചാക്ക്. നിങ്ങളെ വാക്കും ശരി, പഴയ ചാക്ക് ചെയ്ത സാറേ, പഴയ ചാക്കാണ് കേട്ടോ. അതാ നോക്കി കേട്ടോ, അതാ ഇതിനകത്ത് എത്ര ഇട്ടാലും കാണോ എന്ത് സാറേ? ഇതിനകത്ത് ഞാനേ ഒരുപാട് നിറച്ച് ഇട്ടിട്ട് നോക്കി സാറേ, ഒന്നും കാണാനില്ല സാറേ. അതുപോലെ നിങ്ങളെ പരിപാടി കേട്ടോ, നിങ്ങളെ വാക്കും ശരി, ഈ ചാക്കും ശരി, രണ്ടും ഒന്നാണ്. ഇതിനകത്ത് ഇവിടെയാ പോയി തിരിച്ചു കിട്ടുമോ? അതാണ് നിങ്ങൾ എന്ത് കള്ള പുളുകി അണ്ടപ്പുളുക് ആകാശപ്പുളുക് മൊട എല്ലാം കള്ളം പറഞ്ഞിട്ട് സാറേ, നല്ലവരാണെങ്കിൽ സാറേ ഇതൊക്കെ നോക്കണം കേട്ടോ. നിങ്ങൾ പോകി കൊണ്ടുപോയി കേസ് കൊടുക്കും, തൂക്കിക്കൊല്ലും സാറേ. ഒന്നും വരാനില്ല വിൻസെന്റ് സേവിയരിക്കുന്നേ. എന്ത് നിങ്ങളുടെ വാക്കും ശരി, ഇതാ ഈ ചാക്കും ശരി സാറേ. നോക്കി സാറേ, നിങ്ങളുടെ വാക്ക് ഇതാ, ഇതാണ് വാക്ക്. ഇതിനകത്ത് എന്തെങ്കിലും ഇട്ടക്ക് തിരിച്ചു എടുക്കാൻ പറ്റുമോ സാർ? ഇതാ ഞാൻ അരി ഇട്ടതാണ്. ഇപ്പോൾ ഞാൻ അരി ഇട്ടപ്പോൾ എവിടെ പോയി? അരി കാണാനല്ല സാറേ. ഞാൻ ഇതിനകത്ത് പൈസ ഇട്ടതാണ് സാറേ, പൈസ കാണാനല്ല സാറേ. സാറേ ഇതിനകത്ത് നെല്ലിട്ടതാണ് സാറേ, നെല്ല് കാണാനല്ല സാറേ. ഇതിനകത്ത് സാറേ ഞാൻ ഇതിനകത്ത് കുറച്ച് ബോൾട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് സാർ, അത് കാണാൻ ബോൾട്ട് കാണാനല്ല സാറേ. നോക്കിതാ നിങ്ങളുടെ വാക്കും ശരി, പഴയ ചാക്കും ശരി സാർ. ഇതാണ് കേട്ടോ ചാക്ക്, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ എത്ര കാലം കള്ളം പറഞ്ഞ് നടക്കാൻ പറ്റും ഞാനൊന്ന് നോക്കട്ടെ സാറേ. എത്ര നിങ്ങൾ കള്ളം പറഞ്ഞത് നോക്കട്ടെ. ഞാൻ പോലീസ് അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇനിയും കൊടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ തിങ്കളാഴ്ച പ്രധാനമന്ത്രിക്കും, ഇനി നിർത്തൂല, പ്രധാനമന്ത്രിക്കും ജനാധിപതിക്കും ഡൽഹിയിലുള്ള മനുഷ്യാവകാശ കമ്മീഷനുക്കും സകല പരാതിയും പോസ്റ്റ് ചെയ്യും. നിങ്ങൾ തൂക്കിക്കൊല്ലുകയോ, ഇന്ന് 2 പീഡന കേസ് എടുക്കുകയോ, ഇനി കൊലക്കുറ്റത്തിന് കേസ് എടുക്കുക, ഇനി എന്താന്ന് ചപ്പിടുങ്ങ. ദാ വിൻസെന്റ് കിന്നി മയിര് പോയ വിൻസെന്റ് പോയ മയിര് പോയ പോലെ ഒരു മസറും വിൻസെന്റ് പേടിക്കാനല്ല, യവനെയും പേടിക്കണ്ട, ഏത് തെണ്ടിയുടെ മാനെയും പേടിക്കണ്ട. തെണ്ടിത്തരം ചെയ്ത തെണ്ടിത്തരം തന്നെയാണ്, സത്യം ചെയ്ത സത്യം തന്നെയാണ്. നിങ്ങൾ പറയട്ടെ, നല്ല പോലീസുകാരോട് മാപ്പ്, അല്ലാത്ത പോലീസുകാരോട് തെണ്ടിത്തറഞ്ഞത് തെണ്ടി തന്നെയാണ്. ദാ ഇത്ര വലിയ തെളിവും എൻ്റെ കയ്യിലുണ്ട്. കളക്ടർ കൊടുത്ത് ഇന്ന് റിപ്പോർട്ടും എൻ്റെ കൈവശമുണ്ട്. പാലക്കാട് SP ഓഫീസിൽ ഫോർവേഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ കൊടുത്ത രേഖ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു കേട്ടോ. ഇത്ര വലിയ കളക്ടർ സീൽ വെച്ച നമ്പർ റിസീപ്റ്റും എൻ്റെ കയ്യിലുണ്ടാകും. ഇങ്ങനെ ഒരു പരാതി SP ഓഫീസിൽ വന്നിട്ടില്ല എന്ന് കള്ളം പറയുന്ന കള്ള പോലീസുകാർ നിങ്ങളൊക്കെ നല്ല അച്ഛൻ്റെ മക്കളല്ല. ഞാൻ നല്ല അച്ഛൻ്റെ മകൻ തന്നെയാണ്, തങ്കപ്രാസ മകനാണ്. നിങ്ങൾ നല്ല അച്ഛൻ്റെ മകനാണെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ, രേഖയുണ്ടല്ലോ, ഈ രേഖയിൽ ഉള്ള നമ്പർ പ്രകാരം നടപടിയെടുത്ത് എനിക്ക് റിപ്പോർട്ട് തരണമെന്നാണ് ആവശ്യപ്പെടുന്നത് സാറേ. നിങ്ങൾ തൂക്കിക്കൊല്ലാൻ ചോദിക്കാം. എന്താ ചേച്ചി കൊലക്കുറ്റത്തിന് കേസ് എടുക്കുമോ? പെട്ടെന്ന് കേസ് എടുത്തല്ലോ, കൊലക്കുറ്റത്തിന് കേസ് എടുക്കും. ഇനി എന്താ സാറേ വരാൻ പോകുന്നു? വന്നതൊക്കെ വന്നു പോയി സാറേ. തേണ്ടിയുടെ മക്കളെ നിങ്ങൾ സാറേ, കള്ളം, ലഞ്ചം, പിച്ച എല്ലാം എൻ്റെ കണക്കിൽ ഒന്നെയാണ്. പിച്ചയാണ് നിങ്ങൾക്ക് കഴിഞ്ഞു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇടുന്നൊക്കെ പിച്ചയാണ് കേട്ടോ, പിച്ച ഇടുന്നു കേട്ടോ. വേണമെങ്കിൽ വരി, എൻ്റെ വീട്ടിൽ വരി, ഞാൻ കുറച്ച് ഒരു മിഷൻ തരാം. അങ്ങനെയെങ്കിൽ ഈ പിച്ച വാങ്ങി ജീവിക്കാനും കാട്ടിയും ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ പണിയെടുക്കാനും കാട്ടിയും സാറേ, ഇങ്ങനെ പല തെണ്ടിത്തരം ചെയ്ത് ജീവിക്കാനായിട്ട് ഒരു മിഷൻ, പുതിയ മിഷൻ തരാം സാർ. മിക്സെടുത്തിനുള്ള കൊണ്ട് ഓട്ടി ജീവിക്കും സാറേ. തരാം സാർ. അതാ 1.5 ലക്ഷം പുതിയ മിഷൻ വന്ന് നിൽപ്പുണ്ട് സാറേ, അങ്ങനെ എടുത്തു തരാം. നിങ്ങൾ ഓട്ടി ജീവിക്കുക. പക്ഷേ വല്ലവരും തലയിൽ കയറാതെ സാറേ. ഒന്നും നിങ്ങളെ പോലീസുകാരുണ്ടല്ലോ, അതൊക്കെ മാറും കേട്ടോ സാറേ. നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടല്ലോ, നാളെ തിരിച്ച് കിട്ടിയിരിക്കും. നിങ്ങൾ വിചാരിക്കും ഞങ്ങളിന്ന് ജയിച്ചു പോയി. നിങ്ങൾ സാറേ ഇന്ന് ഞാൻ അറിഞ്ഞത്തോളും ഈ ചൊറപ്പാറിലെ വലിയ കോടീശ്വരന്മാർ ഒരു ലോകത്ത് കോടീശ്വരൻ എന്ന് പറഞ്ഞു. ഇന്നൊക്കെമാർ തെണ്ടുന്ന അവസ്ഥയായിപ്പോയി, എല്ലാം വിറ്റ് തിന്നുപോയി, ഒന്നും ഇന്നില്ല. അതുപോലെ തന്നെ തങ്ങൾക്കും ഇന്ന് നിങ്ങൾ ലഞ്ചം വാങ്ങിക്കുന്ന കാശും എന്നെ ഭീഷണിപ്പെടുത്തുന്നതും കമ്മീഷൻ വാങ്ങിക്കൊണ്ടും ലഞ്ചം വാങ്ങിക്കൊണ്ടും എന്നെ ഭീഷണിപ്പെടുത്തി കള്ളക്കേസെടുത്ത സാറുമാർക്കും കാരണം മക്കൾക്കൊക്കെ സാറേ ഞാൻ തന്നില്ലെങ്കിൽ മുകളിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്, ദൈവം പറഞ്ഞ ഒരുത്തൻ ഇരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് വലിയ തരും സാറേ. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളെ. ഞാൻ മരിച്ചാലും നാളെ ഈ ലോകം യൂട്യൂബ് ഉണ്ടാവും, ഇവിടുന്ന് വാർത്ത ഉണ്ടാകും സാറേ. 7 മക്കളിൻ കുറൽ യൂട്യൂബ് ചാനൽ സാറേ. ഇതാണ് സാറേ നിങ്ങളുടെ വാക്കും ശരി, പഴയ ചാക്കും ശരി. സാറേ നിങ്ങൾ എൻ്റെ പരാതി ഇടുന്നു സാറേ, എനിക്ക് പരാതി തരുന്നു കേട്ടോ. അതാ പരാതി തന്നിട്ടുണ്ട് സാറേ. എൻ്റെ പരാതി 7 മക്കളിൻ കുറൽ യൂട്യൂബ് ചാനൽ. ജയ് ഹിന്ദ്.